ഇവിടെ രണ്ടു മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥികളാണ് വേദിയിൽ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ആറന്മുള മണ്ഡലത്തിൽ മത്സരിക്കുന്ന വീണ ജോർജും അടൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന പ്രജീക് കണ്ണൻ, രണ്ടുപേരും നമ്മുടെ നാടിന്റെ അനുഗ്രഹാശംസകൾ ഏറ്റുവാങ്ങി വലിയ ഭൂരിപക്ഷത്തോടെ കേരള നിയമസഭയിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് പൊതുവെ നമുക്ക് കണക്കാക്കുന്നത്. കാരണം ജനങ്ങൾ അത്ര കണ്ട് LDFോടൊപ്പമാണ്. എപ്പോഴും ജനങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ LDF സർക്കാരിനെ നേരിട്ട് എതിർക്കാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷമാണുള്ളത്. ഞങ്ങള് ഭരണപക്ഷം എന്ന നിലക്ക് പറയുന്നൊരു പൊങ്ങച്ചമല്ലത്. പാർലമെന്ററി ജനാധിപത്യ നടപടിക്രമമനുസരിച്ച് പ്രതിപക്ഷത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷം അത്യന്തം ദയനീയമായ പ്രദർശനമാണ് കാഴ്ചവെച്ചത്. ഒരു പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള നിയമസഭാ സമ്മേളനം. സാധാരണ ജനാധിപത്യ വ്യവസ്ഥയിൽ ആ ഘട്ടത്തിൽ ഭരണപക്ഷത്തെ പ്രതിപക്ഷം വല്ലാതെ കടന്നാക്രമിക്കും. എരിപരി കൊള്ളുന്ന അവസ്ഥയിൽ ഭരണപക്ഷം എത്തിച്ചേരും. അത്ര കടുത്ത വിമർശനത്തിൻ്റെതായ പോരമ്പുകൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നൽകി. പക്ഷേ കഴിഞ്ഞ നിയമസഭ, അതായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഏറ്റവും ഒടുവിലത്തെ നിയമസഭ, എല്ലാവർക്കും അതറിയാം. എന്താണ് നമ്മുടെ പ്രതിപക്ഷം ചെയ്തത്? ആ സഭയില് വലിയ തോതിൽ വിമർശനം ഉന്നയിക്കാൻ എല്ലാ അവസരങ്ങളുമുണ്ട്. ഒന്ന്, നയപ്രഖ്യാപന ഘട്ടമാണ്. നയപ്രഖ്യാപനത്തെ കുറിച്ചുള്ള ചർച്ചയാണ്. 3 ദിവസത്തെ ചർച്ചയുണ്ട്. അതിൽ 2 ദിവസവും പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. 3-ാമത്തെ ദിവസവും ഒരു കാട്ടിക്കൂട്ടി കണക്കൊപ്പിച്ചു എന്നുള്ളൊരു മട്ടായി. പിന്നീട് ബജറ്റ് അവതരണമാണ്. ബജറ്റിനെ കുറിച്ച് 3 ദിവസം ചർച്ച ചെയ്തു. ആ 3 ദിവസവും പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. സഭാ നടപടികളിലേ പങ്കെടുത്തില്ല. ഇത് ഭരണപക്ഷത്തോട് കാണിച്ചൊരു സൗജന്യമല്ല. ഉന്നയിക്കാൻ എന്തെങ്കിലും ആക്ഷേപം വേണ്ടേ? ഗവൺമെന്റിനെ കുറിച്ച് ഉന്നയിക്കാനുള്ള വിമർശനങ്ങൾ വേണ്ടേ? അതില്ല എന്നതുകൊണ്ടാണ് ആ തരത്തിൽ ബഹിഷ്കരിക്കുന്ന നില സ്വീകരിച്ചത്.